പ്രഭാസിന്റെ സ്പിരിറ്റിൽ ലാലേട്ടന്റെ കാമിയോ കഥാപാത്രം, മലയാള സിനിമയുടെ ചരിത്രം മാറ്റുന്ന ഖലീഫ അപ്ഡേറ്റ്, റെക്കോർഡ് കോടി കളക്ഷനുമായി ജനനായകൻ. ഹൈ ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ദളപതി വിജയ് നായകനായി ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു ബിഗ് ബജറ്റ് തമിഴ് സിനിമയാണല്ലോ ജനനായകൻ. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ജനനായകന്റെ ആദ്യ ദിന കേരള കളക്ഷൻ 5 കോടി രൂപ, തമിഴ്നാട് കളക്ഷൻ 27 കോടി രൂപ, കർണാടക കളക്ഷൻ 14 കോടി രൂപ, റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ 6 കോടി രൂപ, ഓവർസീസ് കളക്ഷൻ 29 കോടി രൂപ. അങ്ങനെ ആകെ മൊത്തം ഇതുവരെ മാത്രം 85 കോടി രൂപയോളമാണ് ജനനായകൻ ആദ്യ ദിനം നേടാൻ സാധിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ വിദേശ രാജ്യങ്ങളിലെ പലയിടങ്ങളിലെയും കളക്ഷന്റെ ഡീറ്റെയിൽസും ഒപ്പം തന്നെ ഇന്ന് രാത്രിയിൽ ചാർട്ട് ചെയ്തിരിക്കുന്ന എക്സ്ട്രാ ഷോസിന്റെ കളക്ഷനും കൂടി വരുമ്പോൾ മേ ബി ജനനായകന്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ 100 കോടി രൂപയിലേക്ക് എത്തപ്പെട്ടാലും അത്ഭുതപ്പെടേണ്ടതില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലെന്ന് ചോദിച്ചിരുന്നു. ഉത്തരം അഞ്ചാം പാതിര, റിയോസ് മോണി, അറ്റ് ബാറ്റ്മോൻ, രുദ്രാക്ഷ് കെ, ഷംസീർ ഷാൻ, അഫക്സ് എഡിറ്റ്സ് തുടങ്ങിയവരാണ് കൃത്യമായ ഉത്തരം ആദ്യം കമന്റായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈവിൾ ഡെഡ് ബേൺ എന്ന ഹോളിവുഡ് ചിത്രത്തിന്റെ 13 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 13 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 1 കോടി 45 ലക്ഷം രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 33 കോടി 95 ലക്ഷം രൂപയും സ്വന്തമാക്കിയ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 508 കോടി രൂപയോളമാണ്. ഈവിൾ ഡെഡ് ബേണിന്റെ ബഡ്ജറ്റ് 190 കോടി രൂപ. ജോജു ജോർജിനെ നായകനാക്കി AK സാജന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത വരവ് എന്ന ചിത്രം റിലീസിനെത്തിയിട്ട് ഇന്ന് 7 ദിവസങ്ങൾ തികഞ്ഞിരിക്കുന്നു. ഈ 7 ദിവസത്തെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ 5 കോടി 15 ലക്ഷം രൂപയാണ്. അതേസമയം 7 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും 6 കോടി 25 ലക്ഷം രൂപയും വരവ് സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 10 കോടി രൂപ. ബോളിവുഡ് ചിത്രം ധമാൽ 4ന്റെ 13 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 13 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 18 ലക്ഷം രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 162 കോടി 18 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 186 കോടി 72 ലക്ഷം രൂപയുമാണ് ധമാൽ 4 സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 150 കോടി രൂപ. വിഷ്ണു വിശാൽ നായകനായിട്ടെത്തിയ ഗട്ടാ ഗുസ്തി 2 എന്ന ചിത്രത്തിന്റെ 20 ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ 20 ദിവസത്തെ കേരള കളക്ഷൻ 1 കോടി 20 ലക്ഷം രൂപ, ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 56 കോടി രൂപ. 27 കോടി രൂപയായിരുന്നു ഗട്ടാ ഗുസ്തി 2ന്റെ ബഡ്ജറ്റ്. ക്രിസ്റ്റഫർ നോളന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന ദ ഒഡീസി എന്ന ചിത്രം റിലീസിനെത്തിയ ആദ്യ 6 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 6 കോടി 56 ലക്ഷം രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 106 കോടി 95 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ചിത്രത്തിന്റെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. മലയാളി സിനിമ ആസ്വാദകർ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന പ്ലൂട്ടോ എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മലയാള സിനിമയിൽ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത സയൻസ് ഫിക്ഷൻ, ഏലിയൻ, കോമഡി, എന്റർടൈനർ പശ്ചാത്തലത്തിലാണ് പ്ലൂട്ടോ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിലേക്ക് ഒരു ഏലിയൻ കടന്നു വരുന്നതും അതുണ്ടാക്കുന്ന രസകരമായ സംഭവ വികാസങ്ങളുമാണ് ട്രെയിലറിന്റെ പ്രധാന ഹൈലൈറ്റ്. മലയാള സിനിമകളുടെ നിലവാരം വെച്ച് നോക്കുമ്പോൾ ചിത്രത്തിലെ VFXും ഏലിയന്റെ ലുക്കുമെല്ലാം വളരെ വ്യക്തതയോടെയാണ് ട്രെയിലറിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. നീരജ് മാധവ്, അൽതാഫ് സലീം, അജു വർഗീസ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന പ്ലൂട്ടോ വരുന്ന ജൂലൈ 30-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. ബോളിവുഡിൽ നിന്നും വൻ പ്രതീക്ഷകളോടെ വരാനിരിക്കുന്ന ഒരു എപ്പിക് ഫാന്റസി പാൻ ഇന്ത്യൻ സിനിമയാണ് രാമായണ. രൺബീർ കപൂർ, യഷ്, സായി പല്ലവി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന രാമായണയുടെ ട്രെയിലർ റിലീസിനൊരുങ്ങുന്നു. നാളെ രാവിലെ 8 മണിക്ക് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ ട്രെയിലർ റിലീസിനെത്തും. 4000 കോടി രൂപയോളം ബഡ്ജറ്റിൽ 2 ഭാഗങ്ങളിലായി തയ്യാറാവുന്ന രാമായണയുടെ ആദ്യ ഭാഗം വരുന്ന ദീപാവലി റിലീസായിട്ടാവും തിയേറ്ററുകളിലേക്ക് എത്തുക. വരുന്ന ഓണം നാളുകളിൽ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ദുൽഖർ ചിത്രമാണല്ലോ ഐ ആം ഗെയിം. നഹാസ് ഹിദായത്തിന്റെ സംവിധാനത്തിൽ ദുൽഖർ തന്നെ നിർമ്മിച്ച ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയായ ഐ ആം ഗെയിമിന്റെ ഓഡിയോ റൈറ്റ്സ് റെക്കോർഡ് തുക നൽകി സി മ്യൂസിക് സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. വരുന്ന ഓഗസ്റ്റ് 20-ാം തീയതി പാൻ ഇന്ത്യൻ റിലീസായി ഐ ആം ഗെയിം തിയേറ്ററുകളിലേക്ക് എത്തും. ഓസ്കാർ ജേതാവ് ജെസിക്ക ചാസ്റ്റൈൻ പ്രധാന വേഷത്തിലെത്തുന്ന ഒരു ബ്രഹ്മാണ്ഡ ഹൊറർ ത്രില്ലർ സിനിമയാണ് അതർ മമ്മി. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന അതർ മമ്മിയിൽ ഇരട്ട വേഷത്തിലാവും ജെസിക്ക എത്തുക. കോൺജുറിംഗ്, ഇൻസിഡിയസ് സിനിമകളുടെ നിർമ്മാതാവായ ജെയിംസ് വാനും ജാൻസൺ പ്ലംബും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. സംവിധാനം റോബ് സാവേജ്. ഇൻസിഡിയസ് അറൌണ്ട് ദ ഹൌസ് എന്ന നോവലിനെ ബേസ് ചെയ്ത് ഒരുക്കിയിട്ടുള്ള അതർ മമ്മി വരുന്ന ഒക്ടോബർ 9-ാം തീയതി റിലീസിനെത്തും. പ്രകാശ് വർമ്മയെ കേന്ദ്ര കഥാപാത്രമാക്കി ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് ലോ ആൻഡ് ഓർഡർ. നാളെ ജൂലൈ 24-നായിരുന്നു സിനിമയുടെ റിലീസ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മുൻകൂട്ടി അറിയിപ്പോൾ ഒന്നും തന്നെ ഇല്ലാതെ ലോ ആൻഡ് ഓർഡർ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. മെഗാസ്റ്റാർ മമ്മൂട്ടി കൂടി കാമിയോ വേഷം കൈകാര്യം ചെയ്യുന്ന ലോ ആൻഡ് ഓർഡറിന്റെ റിലീസിനെ നമുക്ക് കാത്തിരിക്കാം. വിശാൽ നായകനാവുന്ന ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് മകുടം. വിശാൽ തന്നെ സംവിധാനം ചെയ്ത് അഞ്ജലി, തുഷാര വിജയൻ, സാബുമോൻ, അബു സലീം തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന മകുടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. കടലോര പശ്ചാത്തലത്തിലുള്ള പ്രണയവും പ്രതികാരവും നിറഞ്ഞ ഒരു മാസ് ആക്ഷൻ എന്റർടൈൻമെന്റ് സിനിമയായ മകുടം വരുന്ന ഓഗസ്റ്റ് 14-ാം തീയതി റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ഇതിന്റെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും.
ലാലേട്ടനെ നായകനാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നെടുങ്കണ്ടം മിറാക്കിൾ. ശ്യാം പുഷ്കരനും പോൾസൺസ്കറിയയും ചേർന്ന് തിരക്കഥയൊരുക്കുന്ന ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷന്റെ ഭാഗമായി നെടുങ്കണ്ടത്ത് ഇപ്പോൾ സെറ്റ് വർക്കുകളുടെയൊക്കെ ജോലികൾ ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ലാലേട്ടനൊപ്പം ആസിഫ് അലിയും ഒരു പ്രധാന വേഷത്തിലെത്തുമെന്ന് പറയപ്പെടുന്ന നെടുങ്കണ്ടം മിറാക്കിളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ മൂവി ടീം ഇന്ദ്രജിത്ത് സുകുമാരനെ സമീപിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ജോൺ മേരി ക്രിയേറ്റീവിന്റെ ബാനറിൽ അച്ചു ബേബി ജോൺ നിർമ്മിക്കുന്ന നെടുങ്കണ്ടം മിറാക്കിളിന്റെ ചിത്രീകരണത്തിനുടൻ തന്നെ തുടക്കമാവും. സൂര്യയെ നായകനാക്കി വെങ്കി അട്ലൂരി സംവിധാനം ചെയ്യുന്ന വിശ്വനാഥൻ ആൻഡ് സൺസ് എന്ന സിനിമയുടെ ഭാഗത്തു നിന്നും സൂര്യയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സെക്കൻഡ് സിംഗിൾ സോങ്ങിന്റെ പ്രൊമോ വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. GV പ്രകാശ് മ്യൂസിക് ഒരുക്കിയിട്ടുള്ള ഈ ഗാനം വരുന്ന ജൂലൈ 25 തീയതിയാണ് റിലീസിനെത്തുക. സൂര്യയ്ക്കൊപ്പം അമിത ബൈജു, രവീണ ടണ്ടൻ, രാധിക ശരത് കുമാർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന വിശ്വനാഥൻ ആൻഡ് സൺസ് വരുന്ന ഓഗസ്റ്റ് 14 തീയതി റിലീസിനെത്തും. സോഷ്യൽ മീഡിയ താരങ്ങളെ അണിനിരത്തി ചാരു വാക്കൻ സംവിധാനം ചെയ്ത ഒരു ഹൊറർ കോമഡി ക്യാമ്പസ് ചിത്രമാണ് മഹാരാജ ഹോസ്റ്റൽ. ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. സെൻസർ ബോർഡിൽ നിന്നും US സർട്ടിഫിക്കറ്റ് ലഭ്യമായ ഈ സിനിമയുടെ ടോട്ടൽ റണ്ണിംഗ് ടൈം 2 മണിക്കൂറും 9 മിനിറ്റും. ജൂലൈ 24 അതായത് നാളെ മുതൽ മഹാരാജ ഹോസ്റ്റൽ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, വിജയരാഘവൻ, കലാഭവൻ ഷാജോൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി G. മാർത്താണ്ഡൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് ഓട്ടം തുള്ളൽ. ഈ സിനിമ ഇന്നായിരുന്നു റിലീസിന് എത്തേണ്ടിയിരുന്നത്. എന്നാൽ ദളപതി വിജയ് ചിത്രം ജനനായകന്റെ റിലീസിനോടനുബന്ധിച്ച് വരുന്ന ഓഗസ്റ്റ് 7 തീയതിയിലേക്ക് ഓട്ടം തുള്ളലിന്റെ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തതായി ഒരു പോസ്റ്റർ മുഖേന മൂവി ടീം തന്നെ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ടൊവിനോ തോമസ്, കയാദു ലോഹർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഒരു പീരിയഡ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് പള്ളിച്ചട്ടമ്പി. പൃഥ്വിരാജ് കൂടെ ഒരു കാമിയോ വേഷം ചെയ്ത ഈ ചിത്രം തിയേറ്ററുകളിൽ പരാജയമായിരുന്നു. ഏകദേശം 30 കോടി രൂപയോളം ബഡ്ജറ്റിൽ തയ്യാറായ പള്ളിച്ചട്ടമ്പിക്ക് 13,60,00,000 രൂപ മാത്രമാണ് കളക്ഷനായി സ്വന്തമാക്കാൻ സാധിച്ചത്. എന്തായാലും പള്ളിച്ചട്ടമ്പി OTT റിലീസിലേക്ക് കടക്കുന്നു. ഇന്ന് രാത്രി മുതൽ സോണി ലിവിലൂടെ ചിത്രം OTT സ്ട്രീമിംഗ് ആരംഭിക്കും. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി കിരൺദാസ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സൈക്കോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഉന്മാദം. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയ്ക്ക് ശേഷം ഷാഹി കബീറിന്റെ തിരക്കഥയിൽ കുഞ്ചാക്കോ ബോബൻ വീണ്ടും ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുന്ന ഈ ഒരു സിനിമയിൽ നിന്നും ഫസ്റ്റ് സിംഗിൾ സോങ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വരുന്ന ജൂലൈ 31 തീയതി മുതൽ ഉന്മാദം തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. ജിനു എബ്രഹാമിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായി വരാനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഖലീഫ. ഓൾറെഡി ഓണം റിലീസ് തീരുമാനിച്ചിരിക്കുന്ന ഖലീഫയ്ക്ക് വലിയൊരു ഹൈപ്പ് ഇതിനോടകം തന്നെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, ചിത്രത്തിന്റെ ഭാഗത്തു നിന്നും ഒഫീഷ്യൽ ട്രെയിലർ ഉൾപ്പെടെയുള്ള വീഡിയോ കണ്ടന്റുകൾ വരുന്ന ഓഗസ്റ്റ് മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ പുറത്തിറക്കാനുള്ള തീരുമാനത്തിലാണ് അണിയറ പ്രവർത്തകർ. ഇതിനിടയിൽ സംവിധായകൻ വൈശാഖ് താൻ ഇതുവരെ സംവിധാനം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വർക്കാണ് ഖലീഫയുടേതെന്ന് പറഞ്ഞതോടെ ആവേശത്തിലായിരിക്കുകയാണ് ആരാധകർ. ഒപ്പം തന്നെ ലാലേട്ടന്റെ കാമിയോ വേഷം ചിത്രത്തിന്റെ ഓപ്പണിംഗിൽ ഉണ്ടാക്കാൻ പോകുന്ന ഓളം വലിയ രീതിയിലായിരിക്കുമെന്ന് തീർച്ച. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി ഖലീഫയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ്സ് ചിത്രത്തിന്റെ വിദേശ രാജ്യങ്ങളിലെ വിതരണാവകാശം സ്വന്തമാക്കിയിട്ടുണ്ടെന്നും അതും ഒരു പൃഥ്വിരാജ് സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും കൂടുതൽ സ്ക്രീനുകളോടെ ചിത്രം വിദേശ രാജ്യങ്ങളിൽ റിലീസിനെത്തുമെന്നും പറയപ്പെടുന്നു. ഓൾറെഡി ഇതേ കമ്പനി വാഴ 2 വിതരണം ചെയ്തതിലൂടെ നല്ലൊരു തിയേറ്റർ ബാക്കപ്പ് നേടിയെടുക്കാനും അത് ഖലീഫ ചിത്രത്തിന് ഗുണകരമായി മാറാനും സാധിച്ചിട്ടുണ്ട്. വരുന്ന ഓഗസ്റ്റ് 20 തീയതി മുതൽ ഖലീഫ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിക്കും. പ്രഭാസിനെ നായകനാക്കി സന്ദീപ് റെഡ്ഡി വാങ്ക സംവിധാനം ചെയ്തു വരുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് സ്പിരിറ്റ്. നിലവിൽ ഹൈദരാബാദിൽ വെച്ച് ഷൂട്ടിംഗ് വർക്കുകൾ നടന്നു വരുന്ന ഈ സിനിമയുടെ 40% ഷൂട്ടിംഗ് വർക്കുകൾ ഇപ്പോൾ പൂർത്തിയായതായി സംവിധായകൻ തന്നെ അറിയിച്ചിട്ടുണ്ട്. പ്രഭാസിനൊപ്പം വിവേക് ഒബ്രോയ്, പ്രകാശ് രാജ്, തൃപ്തി ദിമ്രി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സ്പിരിറ്റിൽ ഒരു എക്സ്റ്റൻഡഡ് കാമിയോ കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ ഇന്ത്യയിലെ മറ്റൊരു സൂപ്പർ സ്റ്റാർ കൂടി ജോയിൻ ചെയ്യുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ബോളിവുഡ് താരം ഹൃത്തിക് റോഷൻ കാമിയോ വേഷത്തിൽ എത്തുമെന്നാണ് ചില പേജുകളിൽ സൂചിപ്പിക്കുന്നതെങ്കിൽ അതെല്ലാം നമ്മുടെ ലാലേട്ടൻ ആ ഒരു കാമിയോ വേഷം കൈകാര്യം ചെയ്യുന്നതെന്നാണ് മറ്റു ചില റൂമറുകളിൽ സൂചിപ്പിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ ഭാഗത്തു നിന്നും വരാനിരിക്കുന്ന ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. അപ്പോൾ ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫ്രെയിം ഏത് സിനിമയിലേതാണെന്ന് അറിയാവുന്നവർ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. കൃത്യമായ ഉത്തരം കമന്റ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരെ അടുത്ത വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും.